ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷോർട്ട് PSC. അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ പഠന രീതിയിൽ ഒരു മെത്തേഡാണ്. മൈ ഹോട്ട് ടോപ്പിക്സ് മൈ റാങ്ക് മേക്കിംഗ് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പഠിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു നോട്ട്ബുക്കാണ്. അപ്പം ഞാൻ ഇതിൽ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നാലും ചെയ്യുമ്പോൾ അതിൽ നിന്നൊക്കെ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്ത് എക്സാമിന് നോക്കാനും പഠിച്ച് സെറ്റാക്കാനും എക്സാമിനൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതിനെയാണ് ഞാൻ ഓരോ ഹോട്ട് ടോപ്പിക്കായിട്ട് തിരിച്ചിരിക്കുന്നത്. അങ്ങനെ ഇപ്പം ഇതിലൊരു ഹോട്ട് ടോപ്പിക്കായിട്ട് ഞാൻ എഴുതി വെച്ചിരിക്കുന്ന പോർഷനാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഹോട്ട് ടോപ്പിക് 1 അന്താരാഷ്ട്ര സംഘടനകൾ, അതൊക്കെ എപ്പോഴും ഇങ്ങനെ ചോദിക്കുന്നതാണ്. പിന്നെ നാഷണൽ ഹൈവേസ്, ഗവേഷണ കേന്ദ്രങ്ങൾ, അതിന് കുറച്ചുകൂടെ പ്രിപ്പയർ ചെയ്യാറുണ്ട്. പിന്നെ ധാതു ഉൽപാദനം, പിന്നെ കാർഷിക അധിഷ്ഠിത വ്യവസായങ്ങൾ, അങ്ങനെ കുറേ ഉണ്ട്. അങ്ങനെ കുറേ അങ്ങനെ ഇപ്പോൾ ഞാൻ 20ാമത് ഹോട്ട് ടോപ്പിക് 20 അതിപ്പോൾ ഞാൻ എഴുതിക്കുന്ന ഇന്ത്യൻ ഹിസ്റ്ററി. കാരണം ഞാൻ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് ഇപ്പം 1 വീക്ക് കംപ്ലീറ്റ് ചെയ്ത് പഠിച്ച് തീർക്കാൻ പോകണം. അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ബേസ് ചെയ്തിട്ട് അതിൽ എന്താണ് നമുക്ക് മറന്നു പോകുന്നതും പിന്നെ കുറച്ച് ബേസുമാണ് ഞാനത് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാവും എന്തായിരുന്നു അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യനാണ്, ഇന്ത്യയിൽ എത്തിയ ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ. ഇതെപ്പോഴും കൺഫ്യൂസിങ് ആണ്. കാരണം മാസ്റ്റർ റാൽഫ് ഫിച്ചും ക്യാപ്റ്റൻ വില്യം കീലിങ്ങും വെച്ചിട്ടാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ ആവുന്നത്. അപ്പോൾ ഇന്ത്യയിലെത്തിയ ആദ്യത്തെ ഇംഗ്ലീഷുകാരനെന്ന് ആര് എന്തൊരു ക്വസ്റ്റ്യൻ കണ്ടാലും നമ്മൾ എന്ത് ചെയ്യണം? മാസ്റ്റർ റാൽഫ് ഫിച്ച് 1583. ഓക്കെ, ഇദ്ദേഹത്തെയാണ് പറയുന്നത് എന്തെന്ന്? മാർഗദർശിയായ ഇംഗ്ലീഷുകാരനെന്ന്. മാർഗദർശിയായ ഇംഗ്ലീഷുകാരനാരാണ്? മാസ്റ്റർ റാൽഫ് ഫിച്ച്. അദ്ദേഹമാണ് ഇന്ത്യയിലെത്തിയ ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ. അക്ബറിൻ്റെ കൊട്ടാരം സന്ദർശിച്ചതും മാസ്റ്റർ റാൽഫ് ഫിച്ച് തന്നെയാണ്. ഓക്കെ, കേരളത്തിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരനെന്ന് ചോദിക്കുമ്പോഴാണ് ക്യാപ്റ്റൻ വില്യം കീലിംഗ്. കേരളത്തിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരനെന്ന് ചോദിക്കുമ്പോഴാണ് ക്യാപ്റ്റൻ വില്യം കീലിംഗ്. 1615 കോഴിക്കോട്. ഇദ്ദേഹം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായിട്ടാണ് എത്തിയത്. അപ്പോൾ അതിന് ഷോർട്ടായിട്ടാണ് ഞാൻ IC എന്നൊക്കെ എഴുതിയിരിക്കുന്നത്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഓക്കെ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1600. ഇത് എന്ത് പ്രകാരമാണ് ഒരു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായതെന്ന് വെച്ചാൽ റോയൽ ചാർട്ടർ. ആരുടെ അംഗീകാരത്തോടെയാണെന്ന് വെച്ചാൽ എലിസബത്ത് രാജ്ഞി ഫസ്റ്റ്. ഓക്കെ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി ജഹാംഗീറിൻ്റെ കൊട്ടാരത്തിൽ എത്തിയത് വില്യം ഹോക്കിൻസ് 1608. ഇപ്പോൾ എന്താണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി ജഹാംഗീറിൻ്റെ കൊട്ടാരത്തിൽ എത്തിയത് ആരെന്ന് വെച്ചാൽ വില്യം ഹോക്കിൻസ് ആണ്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച ആദ്യത്തെ ഫാക്ടറിയാണ് സൂററ്റ്. എവിടെയാണ്? അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച ആദ്യത്തെ ഫാക്ടറി സൂററ്റിലാണ് 1613. ജഹാംഗീറിൻ്റെ സമയത്തായിരുന്നു. ജഹാംഗീറിൻ്റെ അദ്ദേഹത്തിൻ്റെ അംഗീകാരത്തോടെ അദ്ദേഹം സമ്മതിച്ചിട്ടാണ് എന്ത് ചെയ്തത്? സൂററ്റിൽ സ്ഥാപിച്ചത്. ഈ സൂററ്റ് സ്ഥാപിച്ചതെന്ന് പറയുന്ന ഏത് ഫാക്ടറിയാണെന്ന് വെച്ചാൽ പശ്ചിമ തീര ഫാക്ടറിയാണ്. അപ്പോൾ അങ്ങനെ എടുത്ത് പഠിക്കുകയാണെങ്കിൽ പൂർവ്വതീര ഫാക്ടറി ഇവർക്ക് കാണണമല്ലോ. അപ്പം പൂർവ്വതീര ഫാക്ടറി ഏതാണ്? മസൂലിപട്ടണം. അപ്പം പശ്ചിമ തീര ഫാക്ടറി സൂററ്റും ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച ആദ്യത്തെ ഫാക്ടറി എന്നുള്ളത് സൂററ്റാണ്. ദെൻ പൂർവ്വതീര ഫാക്ടറി എന്നുള്ളതാണ് മസൂലിപട്ടണം, 1611 ആന്ധ്രാപ്രദേശിലാണ്. ദെൻ ഇതിന് പറയുന്നതാണ് ഈ മസൂലിപട്ടണത്തിൻ്റെ പ്രത്യേകതയാണ് ദക്ഷിണേന്ത്യയിൽ സ്ഥാപിച്ച ആദ്യ ഫാക്ടറി. എന്താണ്? ദക്ഷിണേന്ത്യയിൽ ആദ്യം സ്ഥാപിച്ച ഫാക്ടറി എന്ന് പറയുന്നത് മസൂലിപട്ടണമാണ്. അതിന് മറ്റൊരു പേര് പറയുന്നതാണ് മച്ചിലിപട്ടണം എന്നും ഈ മസൂലിപട്ടണത്തിന് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യനാണ്, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ കോട്ട ഏതാണ്? സെൻറ്റ് ജോർജ് കോട്ടയാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യത്തെ കോട്ട സെൻറ്റ് ജോർജ് കോട്ട. ഇനി നമുക്ക് കുറച്ച് ഇത്രയും ഇങ്ങനെ ബേസ്. പിന്നെ നമുക്ക് ഇനി കുറച്ച് യുദ്ധങ്ങളും അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ സന്ധികളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷനാണ്. കർണാടക യുദ്ധങ്ങളിൽ കുറേ സന്ധി, മൈസൂർ യുദ്ധം അതിൽ കുറേ സന്ധി, മറാത്ത യുദ്ധം അതിൽ കുറേ സന്ധി, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതും ആ സന്ധികളും വർഷം മാറിപ്പോവാതെ ഒരു ഓർഡറിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവസാനം എക്സാമിൻ്റെ സമയത്ത് ഒന്ന് ജസ്റ്റ് നമുക്കിത് നോക്കിയാൽ മാത്രം മതിയല്ലോ. അപ്പോൾ എല്ലാം എക്സാമിന് മുമ്പേ നമ്മൾ പഠിക്കണം. പിന്നെ എക്സാം സമയത്ത് ഒന്ന് ജസ്റ്റ് നോക്കേണ്ടതൊക്കെ നമ്മൾ ഇതുപോലെ എന്ത് ചെയ്യണം? ഒരു നോട്ടായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് പഠിച്ചു പോയാൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അല്ലെങ്കിൽ അത് അവിടെ കിടക്കും, ഇവിടെ ഓരോന്ന് റാങ്ക് ഫയലും, അവിടെ നമുക്ക് അവസാനം കുറേ ആകുമ്പോഴത്തേക്ക് പഠിക്കാനും തോന്നില്ല.
ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ആദ്യം നമ്മൾ പറയുന്നത് കർണാട്ടിക് യുദ്ധങ്ങളാണ്. കർണാട്ടിക് യുദ്ധം എന്ന് പറയുമ്പോൾ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള നടത്തുന്ന യുദ്ധങ്ങളായിരുന്നു കർണാട്ടിക് യുദ്ധം. അതിൽ 3 കർണാട്ടിക് യുദ്ധങ്ങളുണ്ട്. അപ്പോൾ അതിൽ ആദ്യ കർണാട്ടിക് യുദ്ധവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതിപ്പോൾ കർണാട്ടിക് യുദ്ധം എന്തെന്നോ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ഇങ്ങനെ സന്ധി ഇതൊക്കെ ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ആദ്യത്തെ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള സന്ധിയാണ് ആക്സ്ല ചാപ്ലെ സന്ധി 1748. അത് വ്യാപാര കുത്തകയുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ യുദ്ധം നടക്കുന്നത്, ഒന്നാമത്തത്. ഓക്കെ, അപ്പോൾ ആക്സ്ല ചാപ്ലെ സന്ധിയാണ് ഇത്. ഈ സമയത്ത് ഫ്രഞ്ചുകാരാണ് വിജയിക്കുന്നത്. അപ്പം ഫ്രഞ്ചുകാർ വിജയിക്കും. പിന്നെ അപ്പം അതിനുശേഷം ഈ സന്ധി പ്രകാരം ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്യും, മദ്രാസ് കൊടുക്കും. എന്നിട്ട് ഫ്രഞ്ചുകാർക്ക് ലൂയിസ് ബർഗും തിരിച്ചു കിട്ടും. അങ്ങനെ അതാണ് ആദ്യത്തെ സന്ധി എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ പോണ്ടിച്ചേരി സന്ധിയാണ് 1754. പിന്തുടർച്ച അവകാശവുമായി ഉള്ള തർക്കമാണ് അതിൽ വേണം രണ്ടാമത്തേൽ. ബ്രിട്ടീഷുകാർക്ക് എന്ത് കിട്ടും, ആർക്കോട്ട് എന്ന പ്രദേശം കിട്ടും. ദെൻ ഇതിനിടയ്ക്കൊരു സപ്തവത്സര യുദ്ധം നടക്കും. അതായത് ഫ്രഞ്ചുകാർ പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ മുന്നിൽ പരാജയപ്പെടുന്ന യുദ്ധമാണ് വാണ്ടിവാഷ് യുദ്ധം 1760. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനായിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ്. വാണ്ടിവാഷ് യുദ്ധം 1760. ഫ്രഞ്ചുകാരുടെ പൂർണ്ണമായ ബ്രിട്ടീഷുകാരുടെ മുന്നിലുള്ള പരാജയ യുദ്ധമാണ് വാണ്ടിവാഷ് 1760. അതിനുശേഷമാണ് മൂന്നാമത്തെ യുദ്ധസമയത്തുള്ള ഉടമ്പടി എന്നുള്ളത് പാരീസ് ഉടമ്പടി 1763. അപ്പം കർണാട്ടിക് യുദ്ധവുമായി ബന്ധപ്പെട്ട 3 സന്ധികളെന്ന് വെച്ചാൽ ആക്സ്ലെ ചാപ്ലെ സന്ധി, പോണ്ടിച്ചേരി സന്ധി, പാരീസ് ഉടമ്പടി എന്ന് പറയുന്നത്. പിന്നെ ഈ വാണ്ടിവാഷ് യുദ്ധം അത് മറക്കല്ല 1760. ദെൻ അടുത്ത നമ്മൾ നോക്കുന്നത് മൈസൂർ യുദ്ധങ്ങളാണ്. മൈസൂർ യുദ്ധം ഓക്കെ, ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും ടിപ്പു സുൽത്താനും അദ്ദേഹത്തിൻ്റെ പിതാവ് ഹൈദരാലിയും ബ്രിട്ടീഷുകാരും തമ്മിലുള്ളതായിരുന്നു മൈസൂർ യുദ്ധം. ഇതും എപ്പോഴും ചോദിക്കുന്നതാണ് ഇതിലെ കുറേ ക്വസ്റ്റ്യൻസ്. അപ്പം അതിൽ ആദ്യത്തെ മൈസൂർ യുദ്ധത്തിലുമായി ബന്ധപ്പെട്ടാണ് മദ്രാസ് സന്ധി 1769. ദെൻ രണ്ടാമത്തത് മംഗലാപുരം സന്ധി 1784. ദെൻ മൂന്നാമത്തേണ് ശ്രീരംഗപട്ടണം സന്ധി 1792. ഇതാണ് എപ്പോഴും നമുക്ക് ചോദിക്കുന്നത്, ശ്രീരംഗപട്ടണം സന്ധി വർഷം. ഈ ശ്രീരംഗപട്ടണ സന്ധി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലാവുന്നത്. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ദെൻ നാലാമത്തത് അങ്ങനെ സന്ധി ആയിട്ടില്ല, മൈസൂർ പിടിച്ചെടുക്കുകയാണ്. നാലാമത്തെ യുദ്ധത്തോടെ മൈസൂർ പിടിച്ചെടുക്കുന്നു, ടിപ്പു മരണപ്പെടുകയും ചെയ്യുന്നു. ഓക്കെ, നാലാമത്തേലാണ് മൈസൂർ പിടിച്ചെടുക്കുന്നത്, ടിപ്പു മരണപ്പെടുന്നത്. ദെൻ അടുത്തത് മറാത്ത യുദ്ധങ്ങളാണ്. മറാത്ത യുദ്ധത്തിൽ ആദ്യത്തേതാണ് സൽബായ് സന്ധി, രാജ്ഘട്ട് സന്ധി. ചിലപ്പം ഇങ്ങനെ ഇപ്പം ചോദിക്കാൻ വേണമെങ്കിൽ അല്ല അങ്ങനെ ഇങ്ങനെ വേണം ക്വസ്റ്റ്യൻ ചോദിക്കാമല്ലോ. അപ്പം നമുക്കിപ്പോൾ കർണാട്ടിക് യുദ്ധമായിട്ട് ബന്ധപ്പെട്ട സന്ധികളെ ഇപ്പോഴത് അങ്ങനെ തന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വരച്ചൊക്കെ ചോദിക്കാം. അപ്പം അതുകൊണ്ട് അങ്ങനെ നോക്കണം, വർഷങ്ങൾ ചിലപ്പോൾ ഇതിൽ ചോദിക്കാം. അപ്പം അതിനാണ് ഒരു ക്രോഡീകരിച്ച് നമ്മളിങ്ങനെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ രാജ്ഘട്ട് സന്ധി, സൽബായ് സന്ധിയാണ് ആദ്യത്തേത്. രണ്ടാമത്തേൽ രാജ്ഘട്ട് സന്ധി. സൽബായ് സന്ധി എപ്പോഴാണ് 1782. രാജ്ഘട്ട് സന്ധി 1805. മൂന്നാമത്തെ യുദ്ധത്തിലാണ് മാൻഡസോർ സന്ധി 1818. അപ്പോൾ ഇതിത്രയാണ് മെയിനായിട്ടുള്ള 3 യുദ്ധങ്ങളും സന്ധികളും എന്നാണ്. അപ്പോൾ കർണാട്ടിക് യുദ്ധം, മൈസൂർ യുദ്ധം, മറാത്ത. കർണാട്ടിക് ആക്സ്ല ചാപ്ല സന്ധി, പോണ്ടിച്ചേരി സന്ധി, പാരീസ് ഉടമ്പടി. മൈസൂർ വരുമ്പോൾ മദ്രാസ്, മംഗലാപുര സന്ധി, ശ്രീരംഗപട്ടണം. ഓക്കെ, മറാത്ത വരുമ്പോൾ സൽബായി, രാജ്ഘട്ട്, മണ്ടസോർ. ഇതിത്രയാണ്. ഇനി കുറച്ച് യുദ്ധങ്ങളും ബ്രിട്ടീഷുകാരോട് നമ്മൾ നടത്തിയ യുദ്ധങ്ങളും അതിൻ്റെ കുറച്ച് വർഷങ്ങൾ എപ്പോഴും ചോദിക്കുന്നതാണ്, ഈ യുദ്ധവും അതിൻ്റെ വർഷമൊക്കെ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇരുട്ടറ ദുരന്തം നടന്ന എപ്പോഴാണ്? 1756 ഇരുട്ടറ ദുരന്തം നടന്നത്. ദെൻ അടുത്തതെന്ന് പറയുമ്പോൾ അതുമായിട്ട് ഇരുട്ടറ ദുരന്തത്തെ തുടർന്ന് ഉണ്ടാകുന്നതാണ് പ്ലാസി യുദ്ധം. 1757 ജൂൺ 23 പ്ലാസി യുദ്ധം നടക്കുന്നത്. പ്ലാസി എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണ്? വെസ്റ്റ് ബംഗാൾ, അതായത് പശ്ചിമ ബംഗാളിലാണ് പ്ലാസി എന്ന് പറഞ്ഞ സ്ഥലം. ഓക്കെ, ഇതെന്ന് പറയുമ്പോൾ അടിത്തറ, അതായത് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ അടിത്തറ ഇട്ട ഒരു യുദ്ധമാണ് നമ്മുടെ പ്ലാസി യുദ്ധം. എപ്പോഴും അത് അങ്ങനെ ചോദിക്കുന്നതാണ്. ബ്രിട്ടീഷുകാർക്ക് അടിത്തറ പാകിയ യുദ്ധം എന്ന് വെച്ചാൽ പ്ലാസി യുദ്ധം. അപ്പോൾ പ്ലാസി യുദ്ധം കഴിഞ്ഞാൽ അടുത്ത വരുന്നതാണ് ബക്സാർ യുദ്ധം എന്ന് പറയുമ്പോൾ 1764 ഒക്ടോബർ 22 അത് എന്താണ്? അത് ഈ പ്ലാസി യുദ്ധം അടിത്തറ ഇട്ടെങ്കിൽ ബക്സാർ യുദ്ധം എന്ത് ചെയ്തു? സുസ്ഥിരമാക്കി, അത് സജീവമാക്കി കൊടുത്തു ഇവിടെ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ ഭരിക്കാനായിട്ട്. ഇതുമായിട്ട് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിരിക്കുന്നതാണ് വായിക്കാൻ വേണ്ടി. അതായത് പ്ലാസി യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടൊരു സന്ധിയുണ്ട്, അലിനഗർ സന്ധി എന്നും പറഞ്ഞു. ദെൻ ഈ ബക്സാർ എവിടെയാണെന്ന് വെച്ചാൽ ബീഹാർ, അത് പഠിക്കാൻ പറ്റും. ഓക്കെ,
പ്ലാസി പശ്ചിമ ബംഗാൾ, പ്ലാസി ബക്സാർ ബീഹാർ. ഒന്നാം അലഹബാദ് ഉടമ്പടി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബക്സാർ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് 1765 ഞാൻ ടെക്സ്റ്റിൽ ഇങ്ങനെ കണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ എഴുതി വെച്ചത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ടാകുന്നത് വെല്ലൂർ കലാപം. വെല്ലൂർ കലാപം 1806 ജൂലൈ 10. ഇതൊക്കെ പ്രീവിയസ് ഇയർ ആണ്. വെല്ലൂർ കലാപമാണ് മറ്റേ നമ്മുടെ 1857 വിപ്ലവത്തിന് പ്രചോദനം നൽകിയാണ് വെല്ലൂർ കലാപം 1806 ജൂലൈ 10. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പൈക്ക കലാപം. പൈക്ക കലാപം 1817 ഏപ്രിൽ 1 പൈക്ക കലാപം. നേതാവ് ബക്ഷി ജഗബന്ധു ആയിരുന്നു അത് പൈക്ക കലാപത്തിൻ്റെ നേതാവെന്ന് പറയുന്നത്. പിന്നെ അങ്ങോട്ട് കുറേ കലാപങ്ങളുണ്ട്. സന്യാസി കലാപം 1763 800-കളിൽ സന്യാസി കലാപം. കോൾ കലാപം 1831-32. കുഗ കലാപം 1871-72. സന്താൽ കലാപം 1855-56. മുണ്ട കലാപം 1899 1900. ഫറാസി കലാപം. അങ്ങനെ ഇങ്ങനെ ഇത്രയും കലാപങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇന്ത്യക്കാർ നടത്തിയിരുന്നു. ഇന്ത്യയിൽ ഓരോ വിഭാഗങ്ങൾ നടത്തിയ കലാപങ്ങളാണ് ഈ ഇതിൽ വരുന്നത്. ഇതിൽ ഈ മുണ്ട കലാപം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത്. പക്ഷേ ന്യൂ SC ഇപ്പം മുണ്ട കലാപത്തിന് വേറൊരു പേര്, വലിയ ഹെഡിങ് ഒക്കെ കൊടുത്ത് നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് നമ്മൾ ഓൾഡ് SC ബേസാണ് നമ്മുടെ സിലബസിൻ്റെ അതേ ഹെഡിങ് കൊടുത്തിട്ടുള്ള ചാപ്റ്റേഴ്സ് ആൻഡ് ഓൾഡ് SC പഠിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അത് പഠിക്കുകയും വേണം. അതിൻ്റെ കുറച്ചുകൂടെ എക്സ്പ്ലനേഷനാണ് ന്യൂ SC വരുന്നത്. അപ്പോൾ അത് നമ്മൾ നോക്കണം. ഇതൊക്കെ നോക്കിയിട്ടേ നമ്മൾ റാങ്ക് ഫെയിലൊക്കെ പഠിച്ചിട്ട് കാര്യമുള്ളൂ. കാരണം നമുക്ക് ഇത്രയൊക്കെ സിലബസ് ഇപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ 2 തരത്തിലുണ്ട്, സ്വാതന്ത്ര്യ സമരവും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയും. അപ്പോൾ അത് അങ്ങനെ വെച്ച് പഠിക്കുമ്പോൾ പോലും അത് ആ ബേസ് ചെയ്ത് അത്രയും SC നിന്നാണ് ക്വസ്റ്റ്യൻസ് ഇതുവരെയും കണ്ടിട്ടുള്ളൂ. എന്നിട്ട് റാങ്ക് മേക്കിംഗ് ആയിട്ട് നമുക്കിനി എന്താണ് ഗവർണർ ജനറൽസിനെ ചോദിക്കും, അല്ലാതെ കുറച്ച് പ്രധാന ആൾക്കാരെ കുറിച്ച് ചോദിക്കാറുണ്ട് അതും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളത് ഞാൻ വീഡിയോ ഇടാം. ഓക്കെ, എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.